നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇടതു സർക്കാരിന്റെ പതനത്തിന് തുടക്കം കുറിച്ചെന്ന് KPCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ KA തുളസി. സംഭവിച്ചത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിച്ചവരുടെ പതനം. പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട്ട് വനിതാ സമ്മേളനം. കേരളത്തിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് കൂടുതൽ കനത്ത തിരിച്ചടിയെന്ന് KST എംപ്ലോയീസ് സംഘ്. ജനവിധി KSRTC ജീവനക്കാരുടെ സർക്കാരും ഇടതു സംഘടനകളും കാണിച്ച വഞ്ചനയ്ക്കുള്ള മറുപടി കൂടിയാണെന്നും നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് KSRTC ഡിപ്പോ പരിസരത്തെ എംപ്ലോയീസ് സംഘിന്റെ കൂട്ടോപവാസ സമരം. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 10 കിലോ കഞ്ചാവും 15 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ 20 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. പിടിയിലായത് അസം സ്വദേശി നസറുൽ ഹുസൈൻ. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി. പനി സ്ഥിരീകരിച്ചത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികളിൽ. വരവൂരിൽ കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസം, ജനങ്ങൾക്ക് ആശങ്ക. മണ്ണൂരിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗ്. അധികാരത്തിനായി നീക്കുപോക്കിനില്ല, മികച്ച പ്രതിപക്ഷമായി തുടരും. കേളശ്ശേരിയിൽ UDF നാമാവശേഷം. LDFന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച പഞ്ചായത്തിൽ പ്രതിപക്ഷത്തെ 2 BJP അംഗങ്ങൾ മാത്രം. തരംഗത്തിനിടയിലും ഇടതുമുന്നണിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോറ്റത് ചർച്ചയാകുന്നു. കോട്ടായിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി ഇനിയും കാര്യക്ഷമമായില്ലെന്ന് പരാതി. 52 കോടിയുടെ പദ്ധതി നാടിന് സമർപ്പിച്ചത് 4 മാസം മുൻപ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ധൃതി പിടിച്ച് നടത്തിയ ഉദ്ഘാടനം പ്രവർത്തനമായെന്ന് ആക്ഷേപം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇടതു സർക്കാരിന്റെ പതനത്തിന് തുടക്കം കുറിച്ചെന്ന് KPCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ KA തുളസി. പാലക്കാട്ട് KSSPA വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രൊഫസർ KA തുളസി. പ്രതിപക്ഷ സമരങ്ങൾ വിജയിച്ചതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും KA തുളസി പറഞ്ഞു. പെൻഷൻകാരുൾപ്പെടെ അവശത അനുഭവിക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോയാൽ പതനമാണ് ഫലമെന്ന് തെളിയിക്കുന്നതാണ് ഈ ജനവിധി. സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ പേരിൽ അടിസ്ഥാന വിഭാഗങ്ങൾ അവഗണന നേരിടുമ്പോഴും മറുവശത്ത് കോടികളുടെ ധൂർത്ത് നടത്തുകയാണ്. സർക്കാരിനെതിരെ പ്രതികാരത്തിനായി കാത്തിരിക്കുകയായിരുന്നു സമൂഹം. ഈ അവസരം ഫലപ്രദമായി വോട്ടർമാർ പ്രയോജനപ്പെടുത്തിയെന്നും KA തുളസി പറഞ്ഞു. നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. നേതാക്കന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം. കാരണം നമ്മുടെ പാർട്ടിയിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരെയും കട്ടിക്കൊണ്ട് കുത്തിക്കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ അല്ലെങ്കിൽ ബോംബിട്ട് തകർക്കാനോ നമ്മളെ ശ്രമിക്കാനില്ല. അഭിപ്രായമുള്ളത് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള നേതാക്കന്മാർ അത് തള്ളിക്കളയും. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ നയം അതല്ല എന്ന് അപ്പുറത്ത് പറയാൻ വേറെ ആർജവമുള്ള നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് അഭിപ്രായ ഭിന്നതയോ പടലപ്പിണക്കമോ ഒന്നും പറഞ്ഞ് കോൺഗ്രസിന് അധികാരം കിട്ടില്ല, UDF സർക്കാർ വരില്ല എന്നൊന്നും ഇടതുപക്ഷമോ BJPയോ പ്രചരിപ്പിക്കേണ്ട യാതൊരു സാഹചര്യം ഈ സംസ്ഥാനത്തില്ല. നമുക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം. ഒത്തൊരുമയോടുകൂടി നിന്നാൽ ഏത് മലയും നമുക്ക് പിടിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള തെളിവാണ്. KSSPA വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് KK ശൈലജ അധ്യക്ഷത വഹിച്ചു. വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് M വാസന്തി, ജനറൽ സെക്രട്ടറി TS രാധാമണി, KSSPA ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി PD ഗ്രേസി, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C ബാലൻ, K സരോജിനി, പോൾ P ആലീസ്, CT രമണി, ജമീല, MK ഇന്ദിര, V ആന്റണി, ഭക്തവത്സലൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് കൂടുതൽ കനത്ത തിരിച്ചടികളെന്ന് KST എംപ്ലോയീസ് സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രാജേഷ്. DA കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നത് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് KSRTC ഡിപ്പോ പരിസരത്ത് KST എംപ്ലോയീസ് സംഘം നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K രാജേഷ്. KSRTC ജീവനക്കാരോട് സർക്കാരും ഇടതു സംഘടനകളും കാണിച്ച വഞ്ചനയ്ക്കും അവഗണനയ്ക്കുമേറ്റ തിരിച്ചടി കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും K രാജേഷ് പറഞ്ഞു. വേതനവും ജീവനക്കാരെയും വെട്ടിക്കുറച്ച് പൊതുഗതാഗതത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തെ BMS ചെറുത്തു തോൽപ്പിക്കും. ഇവിടുത്തെ CITയും INTUC മാനേജ്മെന്റും ഗവൺമെന്റും ചേർന്ന 1362 പേർക്ക് KST എംപ്ലോയീസ് സംഘിന്റെ ശക്തരായ പ്രവർത്തകർക്ക് എന്ന് കോടതികളിലെ കേസ് നടക്കുക. നമ്മൾ ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്തപ്പോ PDPP ആക്ട് അടക്കമിട്ട് കേസ് ഫയൽ ചെയ്തുകൊണ്ട് കോടതിയിലോട്ട് നമ്മളെ വലിച്ചടയ്ക്കുന്ന സമരവും അതിനെ കൈയടിക്കുന്ന സമീപനവുമാണ് ഇവിടുത്തെ CITയും INTUCയും ചെയ്തത്.
ഒരു കേസ് പറയാനുണ്ടോ അവർക്ക്? ഈ ഇരിക്കുന്ന മിക്കവാറും പേർക്കും 2, 3, 4 കേസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു കേസ് ആയിട്ട് ഏതെങ്കിലും നേതാക്കന്മാർക്കുണ്ടോ? ഏതെങ്കിലും പ്രവർത്തകർക്ക് CITU-ന്റെയോ INDC-ന്റെയോ ഏതെങ്കിലും ഒരു പ്രവർത്തകർക്ക് ഈ കാലയളവിൽ KSRTC-ക്ക് അകത്ത് നടത്തിയ സമരത്തിന്റെ പേരിൽ ഒരു കേസ് നേരിടാൻ സാധിച്ചിട്ടുണ്ടോ? DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക, എല്ലാ വിഭാഗം ജീവനക്കാർക്കും അർഹമായ പ്രൊമോഷൻ അനുവദിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വേജ് കോഡ് പ്രകാരം എല്ലാ താൽക്കാലിക വിഭാഗം ജീവനക്കാർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ കരാറിലെ ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഏകദിന ഉപവാസം. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് PR മഹേഷ്, ട്രഷറർ C. പ്രമോദ്, C. ശശാങ്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ PK ബൈജു, TV രമേഷ് കുമാർ, M. കണ്ണൻ, PR മഹേഷ്, C. പ്രമോദ്, L. രവിപ്രകാശ്, M. മുരുകേശൻ തുടങ്ങിയവർ ഉപവാസമനുഷ്ഠിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് എക്സൈസിൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി. പരിശോധനയുടെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോ ഉണക്ക കഞ്ചാവും 15 കിലോ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സും പിടികൂടി. പട്ടാമ്പി എക്സൈസ് റേഞ്ചും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് എക്സൈസിൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കം കുറിച്ചു. ഇതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധനയ്ക്കിടെ ഉണക്ക കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാം പ്ലാറ്റ്ഫോമിൽ AC വെയിറ്റിംഗ് ഹാളിൻ്റെ ഭിത്തിക്ക് സമീപത്തുനിന്ന് 10 കിലോ 150 ഗ്രാം ഉണക്ക കഞ്ചാവും 15 കിലോ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സുമാണ് സംഘം പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് റേഞ്ചും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PN രാജേഷ് കുമാർ, സൽമാൻ റസാലി, KO പ്രസന്നൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും പിടിച്ചെടുത്ത. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ 20 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിൻ്റെ പിടിയിലായി. അസം സ്വദേശി 29 വയസ്സുള്ള നസറുൽ ഹുസൈനാണ് പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. എക്സൈസ് ഇൻസ്പെക്ടർക്ക് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പ്രതിയെ പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത് തന എന്നറിയപ്പെടുന്നു. ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്റ്റാകുന്ന ഇത്തരം മയക്കുമരുന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് നാട്ടിലെത്തിക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി ഒരു ഡപ്പിക്ക് 500 രൂപ മുതൽ വിലയ്ക്കാണ് വിപണിയിൽ വിറ്റുവരുന്നത്. ഇത്തരം ലഹരി മാഫിയ പ്രധാനമായും നാട്ടിലെ യുവാക്കളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബിനു AK, പ്രശാന്ത് V, കൃഷ്ണകുമാർ, KV ഷാജി, സിവിൽ എക്സൈസ് ഓഫീസർ യദുൽ കൃഷ്ണ, സനീഷ്, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ, സോന എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. മണ്ടംപറമ്പ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഫാമിലെ പന്നികളിലാണ് ആഫ്രിക്കൻ പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 ഫാമുകളിലായി 400-ൽ പരം പന്നികളുണ്ട്. ഇവയെ ദയാവധത്തിന് ഇരയാക്കും. ഇത് സംബന്ധിച്ച് ഉച്ചയോടെ കടങ്ങോട് പഞ്ചായത്തിൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് വെറ്റിനറി ഉദ്യോഗസ്ഥരും പ്രത്യേക യോഗം ചേർന്നു. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിലെ പതിയാരം, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചിരുന്നു. 1500-ലധികം പന്നികളെയാണ് അന്ന് ദയാവധത്തിന് ഇരയാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടയിൽ ജൽജീവൻ മിഷൻ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസമായിട്ടും കൃത്യമായി ജലവിതരണം തുടങ്ങാനായില്ലെന്ന് നാട്ടുകാരുടെ പരാതി. 52 കോടി രൂപ ചെലവഴിച്ച് പദ്ധതി പൂർത്തീകരിച്ചത്. നേരത്തെ ഉദ്ഘാടനം നടത്തിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 1 ഉദ്ഘാടനം ചെയ്ത കോട്ടായി പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള ജൽജീവൻ മിഷൻ മെഗാ ശുദ്ധജല വിതരണ പദ്ധതിയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസത്തോളമായിട്ടും ജലവിതരണം നടത്താതെ നോക്കുകുത്തിയായത്. ഉദ്ഘാടന വേളയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പറഞ്ഞത് അടുത്ത ദിവസം മുതൽ പദ്ധതി വഴി കൃത്യമായി വെള്ളം വിതരണം ചെയ്യുമെന്നാണ്. പക്ഷേ 4 മാസമായിട്ടും ജലവിതരണം നടത്താതെ പദ്ധതി ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചാണെന്നും 4 മാസമായിട്ടും കൃത്യമായി ജലവിതരണം നടത്താനാവാത്തത് പഞ്ചായത്ത് ഭരണക്കാരുടെ കെടുകാര്യസ്ഥതയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വരവൂരിൽ കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസം.
പുളിഞ്ചോട് ഷാപ്പിനു സമീപത്തെ വീടുകളിലെ കിണർ വെള്ളത്തിന് കടും നീല നിറമാണ്. 3 ദിവസങ്ങളോളമായി കിണറിലെ വെള്ളത്തിന് നിറവ്യത്യാസമുണ്ട്. വരവൂർ പുളിഞ്ചോട് ഷാപ്പിൻ്റെ സമീപത്തെ കിണറുകളിലെ വെള്ളത്തിനാണ് നീല നിറം. പുളിഞ്ചോട് കോരാമ്പള്ളത്ത് ഉണ്ണികൃഷ്ണൻ, മണ്ടാട്ടുഞ്ഞാലിൽ പ്രഭാകരൻ എന്നിവരുടെ കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം വരവൂർ ഹെൽത്ത് സെൻ്ററിൽ അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ മറ്റു കിണറുകളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്ന് ഇരുവരും പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രദേശത്തെ വെള്ളം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. എൻ്റെ വീട്ടിലെ കിണറ്റിലെ കുടിവെള്ളമാണ്. അത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു നീല കളറാണ്. അടുത്ത ചുറ്റുപാടുള്ള കിണറ്റുകളിലൊക്കെ ഉണ്ട് ഈ കളറ്. അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് അറിയില്ല. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് HIനെ കണ്ടിരുന്നു. HI ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞു. അതിന് നടപടി ഉണ്ടാവണമെന്നൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്താച്ചിട്ടാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തൃശ്ശൂർ പുന്നയൂർക്കുളം പരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പരൂർ ചിറ്റയിൽ വീട്ടിൽ ആസിഫിൻ്റെ കറുപ്പ് നിറത്തിലുള്ള യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത്. വീടിന് മുന്നിലെ കാർപോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക്. നേരം പുലർന്നപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത്. ബൈക്കുടമ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മണ്ണൂരിൽ അധികാരം പിടിക്കുന്നതിനായി ഒരു കക്ഷിയുമായി കൈകോർക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മികച്ച പ്രതിപക്ഷമായി ഇരിക്കുമെന്നും ആ നിലയ്ക്ക് പ്രവർത്തനം തുടരുമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. അധികാരത്തിനായി ഒരു കക്ഷിയുമായും കൂട്ടുകൂടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ മണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വികസനം പറഞ്ഞാണ് മണ്ണൂരിൽ UDF വോട്ട് നേടിയത്. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും മികച്ച പ്രതിപക്ഷമായിരിക്കുമെന്നും ആ നിലയ്ക്ക് പ്രവർത്തനം തുടരുമെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒരു ചരിത്ര വിജയം തന്നെയാണ് മണ്ണൂർ പഞ്ചായത്തിൽ പാർട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. പാർട്ടിയുടെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞ മണ്ണൂർ പഞ്ചായത്തിൽ ആരുടെയും സഹായമില്ലാതെ ഓട് പൊളിച്ചിറങ്ങിയതാണ് പാർട്ടി ജയിച്ച് എന്ന് പറഞ്ഞവരുടെ മുന്നിൽ അതല്ല സഹോദര, പാർട്ടി ഇവിടെ ജനഹൃദയങ്ങളിലുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ 3 വാർഡും LC സെക്രട്ടറി ഉൾപ്പെടെ 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ വീട് ഉൾപ്പെടുന്ന 8ാം വാർഡും പിടിച്ചെടുത്തുകൊണ്ടാണ് പാർട്ടി ജൈത്രയാത്ര നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റാകാൻ BJPയുമായി ചർച്ച നടന്നതായുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്നാണ് ലീഗ് വാർത്താ സമ്മേളനം നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ CPMന്റെ അടിത്തറ തന്നെ ഇല്ലാതായി. ലീഗിന്റെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞവർ അവരുടെ അക്കൗണ്ട് തന്നെ പൂട്ടിയ അവസ്ഥയിലാണ്. ലീഗ് ശക്തമായി തിരിച്ചു വന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥി സബിത മുനീറിനെതിരെ മത്സരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 5ാം വാർഡിൽ 3ാം സ്ഥാനത്തായി. ശക്തമായ മത്സരം കാഴ്ചവെച്ച CPMന്റെ ഉറച്ച 8ാം വാർഡ് ലീഗ് പിടിച്ചെടുത്തു. ലീഗ് മത്സരിച്ച 11ാം വാർഡിൽ പ്രമുഖ PKS നേതാവിനെ പരാജയപ്പെടുത്തിയാണ് ലീഗ് സ്ഥാനാർത്ഥി ധന്യ കൃഷ്ണദാസ് വിജയിച്ചതെന്നും ലീഗ് നേതാക്കൾ അറിയിച്ചു. UDF ഘടകകക്ഷിയായ ലീഗിന് സ്വതന്ത്രമായി മത്സരിച്ച് 3 പേർ വിജയിച്ചിരുന്നു. വാർഡ് 5-ൽ സബിത മുനീർ, വാർഡിൽ 11 ധന്യ കൃഷ്ണദാസ്, വാർഡിൽ 8 മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ് എന്നിവരാണ് വിജയിച്ചത്. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ്, KM അബ്ദുൽ ഹക്കീം, KP മുനീർ, PM സാദിഖ് അലി, PU റജല, ധന്യ കൃഷ്ണദാസ്, സബിത മുനീർ, റുബീന സാദിഖ്, കുബ്ര, സലീന തുടങ്ങിയവർ പങ്കെടുത്തു. ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത്. 15 സീറ്റിൽ UDFന് 6 സീറ്റും LDFന് 7 സീറ്റും BJPക്ക് 2 സീറ്റുമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളത്തെ LDF വിജയ ആഹ്ലാദ റാലി നടത്തി. 100 കണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു.
റാലിക്ക് ശേഷം നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. CPM മനശ്ശേരി ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, KP സുധീർ, K കൃഷ്ണകുമാർ, നിയുക്ത ജില്ലാ പഞ്ചായത്ത് അംഗം A സിന്ധുമോൾ, നിയുക്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ഗംഗാധരൻ, V വിജിത, വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇടത് തരംഗം ആകെയുള്ള 14 വാർഡുകളിൽ 12 വാർഡും LDF നേടി. BJP 2 സീറ്റ് നേടിയപ്പോൾ കളമൊഴിഞ്ഞ് UDF. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പരാജയപ്പെട്ടു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ഇടതു തരംഗമാണ് സൃഷ്ടിച്ചത്. ഇത്തവണയും ഇടതിനെ നെഞ്ചിലേറ്റി വോട്ടർമാർ 14 വാർഡുകളിൽ 12 വാർഡും CPM നേടി വൻ വിജയം കൊയ്തു. CPM-നെ തോൽപ്പിക്കാൻ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിലും CPM-ഉം തളരാതെ കരുത്തോടെ മത്സരിച്ച് വിജയിച്ചതായി CPM ലോക്കൽ സെക്രട്ടറി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങളും ഭരണനേട്ടങ്ങളും പറഞ്ഞാണ് CPM കരുത്തറ്റ് വിജയം നേടിയത്. ഇനിയും ജനങ്ങൾക്കൊപ്പം നിന്ന് വികസനങ്ങൾ നടത്തി മുന്നോട്ട് നയിക്കുമെന്നും യുവ ലോക്കൽ സെക്രട്ടറി കൂടിയായ ജയരാജ് അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ വലിയ വികസന പ്രവർത്തനങ്ങളും മാതൃകാപരമായിട്ടുള്ള പദ്ധതികളും എല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ LDF-നെ ഇത്തവണ വിജയിപ്പിച്ചിട്ടുള്ളത്. 2 വാർഡുകളാണ്, 14 വാർഡിൽ 2 വാർഡുകളാണ് എതിർ രാഷ്ട്രീയ പാർട്ടി വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസും BJP-യും ഒരുമിച്ച് കൈകോർത്ത് CPIM-നെ LDF-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലെല്ലാം തകർത്തുകൊണ്ടാണ് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. വിജയിച്ച വോട്ടർമാർക്ക് ലോക്കൽ സെക്രട്ടറി ജയരാജ് നന്ദി അറിയിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നിസാര വോട്ടിന് ഇവിടെ പരാജയപ്പെട്ടിരുന്നു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഷബീർ റഹ്മാൻ BJP കോൺഗ്രസ് കൂട്ടുകെട്ട് നടത്തിയിട്ടും വിജയിച്ചു. 7-8 വാർഡുകളാണ് BJP അംഗങ്ങൾ വിജയിച്ചത്. 5-ാം വാർഡിൽ CPM-ലെ കോമളത്തിലാണ് വലിയ ഭൂരിപക്ഷം. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ ബിന്ദു കൃഷ്ണദാസ്, മനോജ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശോഭനയും വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി ശ്രീ അന്തിമഹാകാളൻകാവിൽ മണ്ഡല താലപ്പൊലി മഹോത്സവ പരിപാടികൾ തുടരുന്നു. നവംബർ 16 ആരംഭിച്ച ആഘോഷം ഡിസംബർ 25 താലപ്പൊലിയോടെയാണ് സമാപിക്കുക. നിറമാല, ചുറ്റുവിളക്ക്, കളമെഴുതിപ്പാട്ട്, വിശേഷ പൂജകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് ക്ഷേത്രത്തിൽ മണ്ഡലകാല ഉത്സവം. സായാഹ്നങ്ങളിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് ദൃശ്യമാണ്. മണ്ഡല താലപ്പൊലിയോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് ദീപക്കാഴ്ച ഒരുക്കിയിരുന്നു. തുടർന്ന് ഗ്രാമം വയനാടിൻ്റെ വീര നടനവുമുണ്ടായി. തിരുവാതിരക്കളി, ഭക്തിഗാനമേള, മ്യൂസിക് ഷോ, ഭജന, നൃത്തനൃത്യങ്ങൾ തുടങ്ങി വിപുലമായ കലാസാംസ്കാരിക പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഡിസംബർ 25 താലപ്പൊലി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര പണ്ടാരപ്പറമ്പ് കണ്ടമുത്തൻ അമ്പലത്തിൽ വിളക്കെടു ഉത്സവം ഭക്തിസാന്ദ്രമായി. മണ്ഡലകാല വിളക്ക് പൂജയുടെ സമാപനത്തോട് അനുബന്ധിച്ചായിരുന്നു വിളക്കൊടുവ് ഉത്സവം നടന്നത്. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ശ്യാം പ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവ പരിപാടികൾ. കാലത്ത് ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. ശ്രീ ശ്യാം പ്രസാദ് അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ വിളക്ക് പൂജയും വിദ്യാഗോപാല മന്ത്രവും നടത്തി. തുടർന്ന് സദനം ജിതിന്റെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും നടത്തി. വിളക്കൊടുവ് ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നിരുന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. സർവൈശ്വര്യ വിളക്ക് പൂജയും വിദ്യാഗോപാല മന്ത്രവും നടന്നു. രാത്രി സദനം ജിതിൻ്റെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും അരങ്ങേറി. ഷൊർണൂർ സെന്റ് തെരേസസ് LP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വർണ്ണാവുമായി. നിയുക്ത വാർഡ് കൗൺസിലർ മുഹമ്മദ് ആഷിഖ് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മനോഹരമായ ഒരു കാലത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്. ഇപ്പം നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് നിങ്ങൾ നയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം നമ്മൾ പഠിക്കുന്നത് ഒരു മത്സര ബുദ്ധിയോടെ ആവരുത്. നമ്മൾ നന്നായി പഠിക്കണം, അറിവ് സമ്പാദിക്കണം. അതോടൊപ്പം തന്നെ നമുക്കൊപ്പമുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു കുട്ടിയാവുക.
അല്ലാതെ പഠനത്തിൽ 100 മാർക്ക് മേടിച്ചത് കൊണ്ട് നമുക്ക് നല്ല കുട്ടിയാവാൻ സാധിക്കില്ല. ശരിയല്ലേ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു സങ്കടം വരുമ്പോൾ ആദ്യം ചായ്ക്കേണ്ട, ആദ്യം നമ്മൾ സ്വാതന്ത്ര്യപ്പെടുത്തേണ്ടത് നമ്മളാവണം. അപ്പോഴാണ് നമ്മൾ നല്ല കുട്ടിയാവുക. അങ്ങനെ നല്ല കുട്ടിയാവോ? എന്ത് എസിന് ഉഷാറില്ലല്ലോ. ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശവുമായാണ് കുട്ടി സാന്താകൾ സ്കൂൾ മുറ്റത്ത് അണിനിരന്നത്. കാരുണ്യത്തിൻ്റെ ഉത്സവമായ ബോൺ നത്താലെ ഏവർക്കും ആവേശവും ഉണർവും പകർന്നു. The King was born, lights and candles and angels sing. Glory be to the King of Kings. Light and life, healing in His King salvation comes through this holy church. Let us sing, Hallelujah. ആഘോഷ പരിപാടിയിൽ PTA പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ഫാദർ ലോറൻസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലോക്കൽ മാനേജർ സിസ്റ്റർ മരിയ റെജി, ഹെഡ്മിസ്ട്രസ് രാജി വർഗീസ്, SRG കൺവീനർ സിസ്റ്റർ റിനി മറിയ, മദർ PTA പ്രസിഡന്റ് നിത്യ, സജി ഡേവിഡ്, ജിസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കുട്ടികൾ മധുരം നുണഞ്ഞും സമ്മാനങ്ങൾ പങ്കുവച്ചും ക്രിസ്മസ് ആഘോഷം അവിസ്മരണീയമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവനന്തപുരം കലാഭവൻ മണി സേവന സമിതിയുടെ കലാഭവൻ മണി സ്മാരക ദേശീയ പുരസ്കാരത്തിന് ഓങ്ങല്ലൂർ വാടനാംകുറിശി സ്വദേശി ബിജുമോൻ പന്തിരികുലം അർഹനായി. സാംസ്കാരിക സാമൂഹ്യ സന്നദ്ധ ജീവകാരുണ്യ സാഹിത്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ മാനിച്ചാണ് പുരസ്കാരം. ജനുവരി 1 തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കുന്നംകുളത്തെ കേരള വസ്ത്രാലയം ഒരുങ്ങി. ക്രിസ്മസ് പുതുവത്സര ആഘോഷ വിപണിക്കായി വ്യത്യസ്ത മോഡലുകളുള്ള പുതുവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കേരള വസ്ത്രാലയത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വരവറിയിച്ച് വീണ്ടുമൊരു ക്രിസ്മസ് കൂടി എത്തുന്നു. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ പുതുപുത്തൻ ട്രെൻഡി തുണിത്തരങ്ങളുടെ വൻ കളക്ഷനുമായി കുന്നംകുളത്തെ കേരള വസ്ത്രാലയവും ഒരുങ്ങിക്കഴിഞ്ഞു. വ്യത്യസ്ത മോഡലുകളിൽ പുതുവസ്ത്രങ്ങളാണ് ക്രിസ്മസ് പുതുവത്സരത്തിനായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നത്. ദിനംപ്രതി തുണിത്തരങ്ങൾ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ്. ആഘോഷങ്ങൾ ഏതുതന്നെ ആയാലും പുതുവസ്ത്രങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് മലയാളികൾക്ക്. അതുപോലെ തന്നെയാണ് കേരള വസ്ത്രാലയവും. ഏത് തലമുറയിൽപ്പെട്ടവരാരായാലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന പേര് കേരള വസ്ത്രാലയത്തിൻ്റേത് തന്നെ. വിവാഹ ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല, എല്ലാത്തരം ഉത്സവാഘോഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ, ഡ്രസ് കോഡുകൾ എല്ലാം തന്നെ കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ്. ഏതൊരാൾക്കും ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ പ്രിയപ്പെട്ടതാക്കുന്നത്. ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കുറഞ്ഞ വിലയിൽ ജനങ്ങളിലെത്തിക്കാൻ കേരള വസ്ത്രാലയം എപ്പോഴും ശ്രദ്ധിക്കുന്നു. മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്ര സങ്കല്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായി വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം എന്നും ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കമേഴ്സ്യൽ ഡെസ്ക്, STV ന്യൂസ്.
വേതനം മുഴുവൻ കേന്ദ്രം നൽകിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദ് ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരാനുള്ള ബില്ലിൻ്റെ കരട് തയ്യാറായിരിക്കുന്നു. ഗാന്ധിജിയുടെ പേര് പോലും ഒഴിവാക്കിയാണ് VBG റാംജി എന്ന തലക്കെട്ടോടെ പുതിയ ബിൽ. ദാരിദ്ര്യ ലഘൂകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് അട്ടിമറിക്കപ്പെടുകയാണോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഗ്രാമീണ മേഖല ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2005 UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 90% കേന്ദ്ര ഗവൺമെൻറ്റും 10% സംസ്ഥാന ഗവൺമെൻറ്റുമാണ് വഹിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ പേര് VBG രാമാജി എന്ന് മാറ്റുകയും ഗാന്ധിജിയുടെ പേര് തന്നെ തിരസ്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ 40%വും കേന്ദ്ര സർക്കാർ 60%വുമാണ് ഇപ്പോൾ വഹിക്കുന്നത്. അതുപോലെ തന്നെ അവർ നിർദ്ദേശിക്കുന്ന ഫണ്ടിനകത്ത് നിന്നുകൊണ്ട് വേണം ഈ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിൻ്റെ വ്യക്തമായ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്ത് നിന്നും ഈ പദ്ധതിയെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അജണ്ട. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. താമസിയാതെ ഈ രാജ്യത്ത് നിന്നും ഈ പദ്ധതി തുടച്ചു നീക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാജ്യത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന ബൃഹത്തായ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്ത് വർഗീയതയും ദാരിദ്ര്യവും വാർത്തുവാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമമാണ് ഈ പ്രവൃത്തിയിലൂടെ കാണുന്നത്. ഈ കാര്യത്തിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ: മഹാത്മാവേ മാപ്പ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ ആ പദ്ധതി അറിയപ്പെടുകയും കഴിഞ്ഞ 20 വർഷമായി നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വല്ലാത്തൊരു സഹായമായിരുന്നു ഈ പദ്ധതി. അപ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതിയുടെ പേര് മാറ്റുക എന്ന് മാത്രമല്ല, ആ പേരിൻ്റെ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും മാറ്റാൻ വേണ്ടി പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2005 നിയമം വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു അതിൻ്റെ പൂർണ്ണമായ വിഹിതം, തൊഴിലുറപ്പ് പദ്ധതിയുടെ പൂർണ്ണ വിഹിതം വഹിച്ചിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഭാഗമായി അത് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ബോധപൂർവം സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നിർത്താനുള്ള ബോധപൂർവമായ ഇടപെടലുകളാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറുക്കപ്പെടേണ്ടതാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാറ്റൊലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജുവൽ ഹട്ട്, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇടതു സർക്കാരിന്റെ പതനത്തിന് തുടക്കം കുറിച്ചെന്ന് KPCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ KA തുളസി. സംഭവിച്ചത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിച്ചവരുടെ പതനം. പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട്ട് വനിതാ സമ്മേളനം. കേരളത്തിൽ ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത് കൂടുതൽ കനത്ത തിരിച്ചടിയെന്ന് KST എംപ്ലോയീസ് സംഘ്. ജനവിധി KSRTC ജീവനക്കാരുടെ സർക്കാരും ഇടതു സംഘടനകളും കാണിച്ച വഞ്ചനയ്ക്കുള്ള മറുപടി കൂടിയാണെന്നും നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് KSRTC ഡിപ്പോ പരിസരത്തെ എംപ്ലോയീസ് സംഘിന്റെ കൂട്ടോപവാസ സമരം. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 10 കിലോ കഞ്ചാവും 15 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ 20 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. പിടിയിലായത് അസം സ്വദേശി നസറുൽ ഹുസൈൻ. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി. പനി സ്ഥിരീകരിച്ചത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികളിൽ. വരവൂരിൽ കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസം, ജനങ്ങൾക്ക് ആശങ്ക. മണ്ണൂരിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗ്. അധികാരത്തിനായി നീക്കുപോക്കിനില്ല. മികച്ച പ്രതിപക്ഷമായി തുടരും. കേളശ്ശേരിയിൽ UDF നാമാവശേഷം. LDFന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച പഞ്ചായത്തിൽ പ്രതിപക്ഷത്തെ 2 BJP അംഗങ്ങൾ മാത്രം. തരംഗത്തിനിടയിലും ഇടതുമുന്നണിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോറ്റത് ചർച്ചയാകുന്നു. കോട്ടായിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി ഇനിയും കാര്യക്ഷമമായില്ലെന്ന് പരാതി. 52 കോടിയുടെ പദ്ധതി നാടിന് സമർപ്പിച്ചത് 4 മാസം മുൻപ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ധൃതി പിടിച്ച് നടത്തിയ ഉദ്ഘാടനം പ്രവർത്തനമായെന്ന് ആക്ഷേപം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.